ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹന്റെ അരികിലേക്ക് വീണ്ടുമെത്തി കർണൻ ഇപ്രകാരം പറയുന്നു: പിതാമഹ, അങ്ങേക്ക് നമസ്കാരം. ഞാൻ സൈന്യത്തിൻ്റെ രക്ഷയ്ക്കായി ആയുധമെടുക്കുകയാണ്. പുണ്യമായ വാക്കുകൾ കൊണ്ട് അങ്ങെന്നെ അനുഗ്രഹിച്ചാലും അങ്ങയുടെ മിഴികൾ കൊണ്ട് എനിക്ക് ശക്തി പകർന്നു നൽകിയാലും വ്യൂഹം ചമയ്ക്കുന്നതിലും ആയുധപ്രയോഗങ്ങളിലും അങ്ങേക്ക് തുല്യനായി ഈ ലോകത്തിൽ ആരും തന്നെയില്ല. അങ്ങ് വീണു പോയത് കാരണം കൗരവ സൈന്യം ഉലയുകയാണ്. അർജുനൻ ശ്രീകൃഷ്ണനോടൊപ്പം യുദ്ധം ചെയ്ത് മുന്നേറി വരുമ്പോൾ ഇനി തടഞ്ഞു നിർത്തുവാൻ കൗരവപക്ഷത്ത് ആരാണുള്ളത്? കൗരവപക്ഷത്തെ സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കുമ്പോൾ അവനെ തടഞ്ഞു നിർത്തുവാൻ പിതാമഹ അങ്ങിനിയില്ല. അതുകൊണ്ട് ആ കർമ്മം ഞാനിനി ഏറ്റെടുക്കുകയാണ്. കൗരവരുടെ അപേക്ഷ ഞാൻ സ്വീകരിക്കാൻ പോവുകയാണ്. അങ്ങയുടെ അനുഗ്രഹം കൂടിയുണ്ടെങ്കിൽ എൻ്റെ ലക്ഷ്യം എനിക്ക് വേഗത്തിൽ നിറവേറുവാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. കർണൻ്റെ ഈ വാക്കുകൾ കേട്ട് മനസ്സു നിറഞ്ഞ ഭീഷ്മർ പറഞ്ഞു: കർണ, നിനക്ക് ഞാൻ ശുഭം ആശംസിക്കുന്നു. നിന്റെ വീര്യപരാക്രമങ്ങൾ എനിക്കറിയാം. നീ പൊരുതുക. നിനക്ക് വിജയമുണ്ടാവട്ടെ കർണ.